എക്കണോമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ വിലയിരുത്തൽ ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പരമ്പരാഗത ചിന്താരീതികളും മാമൂലുകളും ഇല്ലാതാക്കി വികസനമുണ്ടാകുന്നത് ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യത്തെയാണ് പ്രതിഫലിക്കുന്നത്? നമുക്കറിയാം, ഏതാണ്? ആധുനികവൽക്കരണമാണ്. പരമ്പരാഗത ചിന്താരീതികളും മാമൂലുകളും ഇല്ലാതാക്കി വികസനമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷനാണ്. ദെൻ രണ്ടാമത്തേത്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പ്രാന്തവൽക്കരിക്കപ്പെട്ടവനും ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ പദ്ധതി ആസൂത്രണത്തിൻ്റെ ഏത് ലക്ഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ 3 ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സാമൂഹിക നീതി എന്നുള്ള ഇതിനകത്താണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹിക നീതി അല്ലെങ്കിൽ ഇക്വിറ്റി എന്നുള്ള ആ ലക്ഷ്യമാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വശ്യ സ്വയം പര്യാപ്തത നേടാനായത് സ്വയാശ്രയിത്വം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണോ? ചർച്ച ചെയ്യുക. ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷ്യസുരക്ഷ നേടുക എന്നുള്ളത് നമുക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു മാർഗമാണ്. അതേപോലെ തന്നെ പിന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്ത് സ്വന്തമായിട്ടുള്ള വ്യവസായങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതും ഈ സ്വയാശ്രയത്വം എന്നുള്ളതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഭൂപരിഷ്കരണ നടപടികൾ മൂലം കാർഷിക മേഖലയിൽ വന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി പരിധി നിശ്ചയിക്കൽ, അതേപോലെ തന്നെ ഭൂപരിഷ്കരണ പരിപാടിയുടെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ആളുകൾക്ക് ലാൻഡില്ലാത്ത ആളുകൾക്ക് ലാൻഡ് ലഭിക്കുന്ന ഒരവസ്ഥ. അതായത് അധികം ലാൻഡുള്ള ആളുകളിൽ നിന്ന് അത് ഗവൺമെൻറ് പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കുകയും ആ ലാൻഡില്ലാത്തവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു അവസ്ഥ ഈ ഭൂപരിഷ്കരണ നടപടിയിലൂടെ ഉണ്ടായി. ദെൻ അടുത്തതായിട്ട് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം ഹരിത വിപ്ലവം എന്താണ്, നമുക്കറിയാം അല്ലേ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ട്രാക്ടറുകൾ, പമ്പ് സെറ്റുകൾ, അതിലൂടെ കാർഷിക രംഗത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് തന്നെയാണ് ഹരിത വിപ്ലവം സാധ്യമാക്കിയ പ്രധാന ഘടകങ്ങളും. അടുത്തതായിട്ട് പറയുന്നത്, സബ്സിഡി നൽകുന്നതിൻ്റെ പ്രധാന ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ്? സബ്സിഡി വിഭാഗം നമ്മൾ പറഞ്ഞു, സബ്സിഡി നല്ലതാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് സബ്സിഡി ലഭിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് വളരെ ഗുണം ചെയ്യുമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പോരായ്മകൾ, അത് രാസവള കമ്പനിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ധനിക കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നത് ഈ സബ്സിഡിയിലൂടെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ. ദെൻ അടുത്തത്, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ മുതലായ സംരംഭങ്ങൾക്ക് ചെറുകിട വ്യവസായ മേഖലയിലും വ്യാപാരത്തിലും എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ ചെറുകിട വ്യവസായങ്ങളിൽ ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുടുംബശ്രീയും സ്വയം സഹായ സംഘങ്ങളൊക്കെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ വ്യവസായത്തിന് അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ചെറുകിട വ്യവസായ മേഖലയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അടുത്തതായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്രീൻ റവല്യൂഷൻ ടെക്നോളജിയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഗ്രീൻ റവല്യൂഷനോട് സാധിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. അത് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വിലയിരുത്തൽ ചോദ്യങ്ങളിൽ വരുന്ന 1-2 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലൊന്നാമത്തേത്, ഒറ്റപ്പെട്ടത് കണ്ടെത്തി ന്യായീകരിക്കുക. സാമ്പത്തിക വളർച്ച, നീതി, നവീകരണം, സബ്സിഡി. അപ്പോൾ അതിനകത്ത് ഏതാണ് ഒറ്റപ്പെട്ടതായിട്ട് പറയാം? നമുക്കറിയാം സാമ്പത്തിക വളർച്ച എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നീതി എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവാണ്. നവീകരണം, അതായത് ആധുനികവൽക്കരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒറ്റപ്പെട്ടത് സബ്സിഡിയാണ്. അപ്പോൾ സബ്സിഡിയാണ് ഒറ്റപ്പെട്ടത്. അടുത്തത്, രാസവളം, ജലസേചനം, HIV വിത്തുകൾ, ലൈസൻസിങ്. ഇതിനകത്ത് നമുക്കറിയാം ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാസവളവും ജലസേചനവും HIV വിത്തുകളും. ലൈസൻസിങ് ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ല. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത്. അടുത്തത്, സംരക്ഷണ നയം, താരിഫ്, കോട്ട, പെർമിറ്റ്. ഇതിനകത്ത് നമുക്ക് ഏതാണ്
പെർമിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഒറ്റപ്പെട്ടതായിട്ട് വരുന്നത്. അടുത്ത് വരുന്നത് മുതലാളിത്തം, സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ, പാർലമെൻ്ററി ജനാധിപത്യം. നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ സോഷ്യലിസം, മിശ്ര സമ്പദ് വ്യവസ്ഥ എല്ലാം ഓരോ സമ്പദ് വ്യവസ്ഥകളാണ്. ദെൻ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇതിനകത്ത് ഒറ്റപ്പെട്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ടും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ടും. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതി ബദൽ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഈ ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.